എടി ഇത് ടമാർ സെറ്റപ്പ്. ഇവിടെ എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പൊങ്കാലയിടും. ഡയറക്ടർ സാറേ, റിച്ച് ഫ്രെയിം. കണ്ട ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നത്തേയില്ല. പണ്ടേത് സായിപ്പ് ലവർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തതായിരിക്കും. എടി ആ സായിപ്പിന്റെ നമ്പർ ഒന്ന് കിട്ടോ? പോടി, ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. നെറ്റിലെ ഫോട്ടോ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഇതിപ്പോ ശരിക്കും ഞെട്ടിച്ചു. യെസ്, ഇറ്റ്സ് റിയലി നൈസ്. എഴുതുമ്പോ ഞാൻ മനസ്സിൽ കണ്ട അതേ ലൊക്കേഷൻ. പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ. ഇറ്റ്സ് ക്വൈറ്റ് സ്യൂട്ടബിൾ ഫോർ അവർ സ്റ്റോറി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ റിയലി ഇൻട്രസ്റ്റിംഗ്. സോഫിയ, എന്താ സാധനം ഇത്? അയ്യോ വരുന്നു. എന്റെ സൗന്ദര്യം നിന്ന് പേടിക്കാതിരിക്കും. Oh my God. ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. അത് പേടിക്കണ്ടി ചടിച്ച്. ഓ, നിങ്ങള് സിനിമ പിടുത്തക്കാരാണല്ലേ? അയ്യോ, ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ, സാറിന് സിനിമ എന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ, പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. ആ പിന്നെ നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെയൊന്നും അല്ല, ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. ശൃംഗാരം, വീരം, ചൂരം, പരാക്രമം, പ്രേമം. അഭിനയിക്കാൻ അറിയാവുന്നവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത്. ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല അവിടെ. സ്റ്റാർട്ട് ദ മ്യൂസിക്. तुझी से बड़ी है मस्त मस्त, तुझी से बड़ी है मस्त, तुझी सी बड़ी मस्त, तुझी सी बड़ी है मस्त. എന്ത് ഒരു ആനന്ദം. വെളുക്കുമായിരുന്നോ? അപ്പവും മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആണ് മുട്ട കിട്ടോ? അത് നീ ഇടേണ്ടി വരും. എടുക്കല്ല, മൂട് പോയി. കുടിക്കാം. Yes, who is that? Huh? Sure. ആര് കഥവ് തട്ടിയ? എന്താടി? പാതി രാത്രി എന്നെ വിളിച്ചുണർത്തി എന്നെ കുണ്ടിക്കിട്ട് ചവിട്ടി എന്നെ ഈ ഗതിയിലാക്കിട്ട് എന്ത് പറ്റിയെന്നോ? എന്താ പറയുന്ന ഇവള്? ആര് ചവിട്ടിയെന്നാ? അതാ എനിക്ക് അറിയണ്ടേ. ആരാടി എന്നെ ചവിട്ടിയത്? ആർക്കാടി എന്നെ കുണ്ടിയോട് ഇത്ര ആഗ്രഹം? വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ ഡിക്കിനെ തൊട്ട് കളിച്ചാണ്ടല്ലോ. പിന്നെ ചവിട്ടാൻ പറ്റിയ ഒരു ഡിക്കി. അതെ, വെള്ളം അടിക്കുമ്പോ ഒരു മയത്തിനൊക്കെ അടിക്കണം, ഇല്ലെങ്കി ഇതുപോലെ കൊള്ളേണ്ടി വരും. അതെ, നാളെ കാലത്ത് ഷൂട്ടിംഗ് ഉള്ളതാ. എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്കി. അപ്പൊ ഞാൻ വീണ ഇവളുമാരല്ലെങ്കിൽ പിന്നെ
ആരായിരിക്കും എന്നെ ചവിട്ടിയത്? എന്താ കാട്ടി വെച്ചിരിക്കണ ഇവളുമാർ? എന്റെ ക്യാമറ ബാഗിന്റെ മേലെ ഇവിടെ. എടി ദിവ്യ, പ്രിയ, എന്താ എന്ത് പറ്റി? വാ 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 വാ. ബാഗിൽ ഉണ്ടായിരുന്ന എന്റെ ക്യാമറ കാണാനില്ല. നീ ഇതിൽ വെച്ചില്ലായിരുന്നോ? അതിന് നീ തന്നെയല്ലേ ക്യാമറ പാക്ക് ചെയ്തത്? ഞാൻ എന്താ? എനി പ്രോബ്ലം? എന്താടി? എടി ക്യാമറ കാണാനില്ല. കാണുന്നില്ലെന്നോ? കാണുന്നില്ലേ? ഇതെവിടെ പോവാ? നീ ശരിക്കും നോക്കിയോ? നോക്കി, പക്ഷെ എവിടെ പോനവന്? ഇനി വീട്ടിൽ വെച്ചെങ്ങനെ മറന്നതാണോ? ഷോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനാ ഈ ബാഗിൽ വെച്ചത്. ബാഗിൽ വെച്ചെങ്കിൽ എവിടെ പോവാനോ? ഇത്ര ഉറപ്പ് പറയുമ്പം എന്താടി ഇത്? ഇത് ഉച്ചക്ക് നമ്മള് ചിക്കൻ കഴിച്ചില്ലേ, അതിന്റെ ബാലൻസാ. നൈറ്റ് ഒരു സ്മോൾ അടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാ. ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവക്കറിയാം, ക്യാമറ സൂക്ഷിക്കാൻ മാത്രം അറിയില്ല. ഇനി വല്ല കള്ളന്മാരാരെങ്കിലും? കള്ളന്മാരോ? അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലല്ലോ, ബാഗ് തുറന്നാ കിടന്ന് നോക്കിയോ, എല്ലാ സാധനവും വലിച്ചു കയറിയിട്ടിരിക്കുന്ന. എന്നാ പിന്നെ വല്ല കൊരങ്ങന്മാരും കൊണ്ടുപോയതായിരിക്കും. അയ്യോ, അവളുടെ ഒരു വളിച്ച കോമഡി. അയ്യോ, എന്റെ ജാക്കറ്റ്. അഭിനയിക്കാൻ അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്നേ? നിന്നെ ഞങ്ങൾക്കും വേണ്ട. മാറിമാറിക്കല്ലേ. ഇനി എങ്ങനെ വരും നോക്കാം. നടിപ്പിശാചുക്കളെ നോക്കണേ. ഇനി ഭരതനാട്യം ഉണ്ട്, കാണണോ? ക്യാമറ ഇവിടെ വെക്കാം. ആ ജീപ്പ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ? കഷ്ടം, ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലെന്ന്. എടി, നിന്നോട് ആകാശത്തേക്ക് റോക്കറ്റ് പറത്താനൊന്നും അല്ല പറഞ്ഞത്. എന്നാലും എനിക്കൊരു ടെൻഷൻ. ഒന്നും പേടിക്കണ്ട, നീ കൂളായിട്ട് വണ്ടി എടുക്ക. ദേ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആ ദേ, ഇതാ ബ്രേക്ക്, അത് മാത്രം നീ മറക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയ, നിന്റെ ക്യാരക്ടർ മേളിനാ. കക്ഷി ഭയങ്കര ബോൾഡാ, അതുപോലെ സോഫ്റ്റും. നീ അവിടെ നടന്നു വരണം. ആ ജീപ്പ് ഇവിടുന്ന് വരും, നീ കൈ കാണിച്ചു നിർത്തണം. സൗന്ദര്യ, നീ ക്യാമറ ഫോക്കസ് ചെയ്തോ? ഫോക്കസ് ചെയ്തോണ്ടേ ഇരിക്കാ. എന്താടി? ഒന്നുമില്ല, നല്ല ഫ്രെയിം കിട്ടിയതിന്റെ സന്തോഷത്തില് നെട്ടിപ്പോയതാ. കൂടുതൽ ഞെട്ടണ്ട, ഫ്രെയിം അവളുടെ തൊടയിലല്ല, ദേ അവിടെയാ. ഓ, പെട്ടെന്ന് ഫ്രെയിം മാറ്റിയോ? സ്റ്റാർട്ട് ക്യാമറ, റണ്ണിംഗ്, ആക്ഷൻ. പിടിക്ക്. അയ്യോ,
നാണക്കേട്. ഇപ്പൊ ഇതിനൊക്കെ ഞാൻ വേണോ അല്ലേ? അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തതിനൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചാ ഇങ്ങനെ ഇരിക്കും. സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ കൊച്ചേ ഒറ്റക്കാലിക്ക് കല്യാണം പോലും കിട്ടത്തില്ല. നമ്മളൊക്കെ കഴിച്ചിട്ടും കാര്യമില്ല. ഓ ദൈവഭാഗ്യം ഒന്ന് കരുതിയാ മതിയല്ലോ. ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഓക്കെ. എന്താടി അവള് വരുവോ? എവിടെ? അവള് ഡേറ്റിംഗിലാണ്. ആ കഞ്ചാവ് ചെക്കനുമായിട്ട് ഗോവയില. ആ അപ്പൊ നമ്മുടെ കാര്യം ദർബേക്കുഷേ. പറയാൻ വരട്ടെ, ഞാൻ അപർണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പ എത്തൂന്നറിയില്ല. എടി ദിവ്യ, നിനക്ക് പറ്റൂടി? അയ്യോ എന്നെ വിട്ടേക്ക്. തങ്കക്കട്ടി ഞാൻ ഒരുത്തി ഇവിടെ ഇരിക്കുമ്പോ കാക്കപ്പൊന്നിന് വേണ്ടി അലയുന്നു. അയ്യോ എന്തായാലും എത്രയും പെട്ടെന്ന് നീ വണ്ടി ഇവിടെ എത്തിക്കാൻ നോക്ക്. അഡ്രസ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ ബൈ. വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ ട്രബിൾ. റെഡിയാവാൻ 2 ദിവസം കൂടി ആവുന്നു. അപ്പൊ 2 ദിവസം കൂടെ നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വരും. ഞങ്ങളുടെ നായികയല്ലേ, സഹിച്ചോളാം. നായികയോ? What do you mean? ഈ ഫോട്ടോയിലെ സുന്ദരിയെ ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു. ഏയ് ഇത് ഞാൻ വെറുതെ. തമാശയല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നോ നോ നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല. വെറുതെ നിങ്ങളുടെ പ്രോജക്റ്റ് സ്പോയിൽ ചെയ്യല്ലേ. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. ഒരുപാട് ജോലി ബാക്കിയുള്ളതാ. ഒരു എക്സ്ക്യൂസും പറയണ്ട, ഞങ്ങൾ വിടത്തില്ല. അതെ, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാ മതി. നോ വേ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ട്രൈ ചെയ്തതാ, ആരെയും കിട്ടിയില്ല. ഇനി ഇപ്പൊ ഈ കാട്ടില് ആരെ തപ്പാണ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറ്റിയില്ലെങ്കിൽ വേണ്ട. അതെ പ്ലീസ് രഹാന, ഞങ്ങളിപ്പോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാ. 2 ആഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയത്. അതെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് രഹാനിക്ക് ഇത് പറ്റൂന്ന്. ഓക്കെ, നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഐ വിൽ ട്രൈ. എല്ലാം കൊളവായ പിന്നെ എന്നെ തെറി പറയരുത്. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് മൈ വേർഡ്. ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. ഞാൻ സോറി, ഐ ഫോർഗോട്ട്. ഇറ്റ്സ് ഓക്കെ. കൂൾ രഹാന. Once more please. ഓക്കെ, വിൽ സ്റ്റാർട്ട്. ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. Stop it ക്ലാര. നീ പറഞ്ഞൊക്കെ നിന്റെ സോറി ഗേൾസ്, ഐ ജസ്റ്റ് കാന്റ് ഡു ഇറ്റ്. വെയിറ്റ്. ഓക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന്. ജസ്റ്റ് ബി കൂൾ. അടുത്ത ടേക്കിൽ എന്തായാലും ശരിയാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. യാ പ്ലീസ്. ഓക്കെ, ഇതില് ശരിയല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. ഓക്കെ ഡൺ. റോളിംഗ് ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറൂ. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോട് മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ ജസ്റ്റ് കാന്റ് ടോളറേറ്റ് ഇറ്റ്. ഈ സീനിൽ നമുക്ക് നല്ലൊരു ഹൊറർ എഫക്റ്റ് കിട്ടണം. ഓക്കെ, എന്താ വഴി? ബാക്ക്ഗ്രൗണ്ടില് സ്മോക്ക് എഫക്ട് കൊടുത്താലോ? ഈ കാട്ടിൽ എവിടുന്നാടി സ്മോക്ക് എഫക്റ്റ്? അതിനൊക്കെ ഈ സൗന്ദര്യയുടെ കയ്യില് വഴിയുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങള് എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേൾക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റിയാ. അയ്യോ
ഇത് കൊള്ളാം. മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ ഈ മുഖത്ത് ശൃംഗാരം, വീരം, ധീരം എല്ലാം ഉണ്ടല്ലോ. എന്റെ അടുത്ത പടത്തില് മീനാക്ഷിയാണ് ഹീറോയിൻ. തേനീച്ച കൊത്തിയ തേനീച്ചല്ല. ആ വേഷത്തിന്റെ അമ്മക്ക് കൊണ്ട് കൊടുത്താ മതി. തടിച്ച് പണ്ടാറം എല്ലാം കൂടെ ഞാൻ തീർക്കും. കാട്ടുകിളവി. ഹലോ, ആ ഞാൻ റെഹാനിയ. അങ്ങനെയാണോ? ഓക്കെ ദെൻ. ഞാൻ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക. യു ആർ അഫക്റ്റഡ് ബൈ സംതിങ്. എനി പ്രോബ്ലം? ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തന്നെയാ എന്റെ പ്രോബ്ലം. ആരുടെ ഈഗോയെ ജയിക്കുന്നേന്നുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുക അവർ തമ്മിൽ. വെള്ളത്തിൽ വരച്ച വരാന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് അതുപോലെയാ ഇപ്പൊ എന്റെ ലൈഫ്. ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. ഡൈവോഴ്സിന് വേണ്ടിയുള്ള മത്സരത്തിലാ അവരിപ്പോ. ആര് ജയിച്ചാലും തോൽക്കുന്നത് ഞാനാ. ഏയ്, ഇങ്ങനെ ഡൗൺ ആയാലോ? ലൈഫിൽ ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അധികം ആരും അത് വെളിയിൽ കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ നമ്മളൊക്കെ ടൂറിസ്റ്റുകളെ പോലെയാ. ദൈവമാണ് നമ്മുടെ ട്രാവൽ ഏജന്റ്. പുള്ളിക്കാരൻ ഓൾറെഡി നമ്മുടെ റൂട്ടും ഡെസ്റ്റിനേഷനും ഒക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലൈഫ് എന്ന ജേർണി മാക്സിമം എൻജോയ് ചെയ്യാം.